അതുതന്നെയാണ് 23 വർഷം മുൻപ് നടന്ന ബിന്ദുവിന്റെ തിരോധാനം, 8 മാസം മുൻപ് നടന്ന ജൈനമ്മയുടെ തിരോധാനം, ഈ രണ്ട് കേസിന്റെയും അന്വേഷണത്തിലാണ് ഒടുവിൽ മൃതദേഹാവശിഷ്ടം കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. പക്ഷേ ആരുടെ മൃതദേഹാവശിഷ്ടമാണതെന്ന് കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. ഈ സെബാസ്റ്റ്യൻ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നില്ല. ജി ശ്രീജിത്ത് കൂടി ചേരുന്നുണ്ട് കോട്ടയത്ത് നിന്ന് വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഈ കേസിൻ്റെ ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി സെബാസ്റ്റ്യൻ, കേസിലെ പ്രതിയായിട്ടുള്ള സെബാസ്റ്റ്യൻ ഇതുവരെയും പോലീസിനോട്, ക്രൈംബ്രാഞ്ചിനോട് ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പോലും വെളിപ്പെടുത്താത്തതാണ്, തുറന്നു പറയാത്തതാണ്. ഇനി എങ്ങനെയായിരിക്കും അന്വേഷണത്തിൻ്റെ അടുത്ത തലം? കാരണം DNA പരിശോധന നടത്തണം. ഇയാളുടെ വീട്ടുപരിസരത്ത് നിന്ന് തന്നെയാണ് ഈ മൃതദേഹാവശിഷ്ടം കണ്ടെത്തിയത്. സ്വാഭാവികമായും അത് സെബാസ്റ്റ്യൻ സെബാസ്റ്റ്യൻ തന്നെയാണെന്ന് ഉറപ്പിക്കാം. സെബാസ്റ്റ്യൻ തന്നെയാണ് ആ ക്രൂരകൃത്യം നടത്തുന്ന ഉറപ്പിക്കാം. പക്ഷെ ആരെയാണ് കൊലപ്പെടുത്തി കൊന്നു കുഴിച്ചു മൂടിയതാണ് അറിയേണ്ടത്. ചോദ്യം ചെയ്യലിൽ, ക്രൈംബ്രാഞ്ചിന്റെ ചോദ്യം ചെയ്യലിൽ എന്തെങ്കിലും കാര്യം, ചില സൂചനകൾ ലഭ്യമായിട്ടുണ്ടോ? ചില തെളിവുകൾ ക്രൈംബ്രാഞ്ചിന് ലഭിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു തരത്തിലും ചോദ്യം ചെയ്യലിനോട് സഹകരിക്കാൻ ഈ സെബാസ്റ്റ്യൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. അതായത് പലതരത്തിൽ പല തെളിവുകൾ ചൂണ്ടിക്കാണിച്ച് ചോദ്യം ചെയ്യുമ്പോഴും അതിനോടൊന്നും പ്രതികരിക്കാൻ സെബാസ്റ്റ്യൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിസന്ധിയായി നിൽക്കുന്നത്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ചില തെളിവുകളായി പുറത്തു വന്നിരിക്കുന്നത് ഒന്ന് CCTV ദൃശ്യമാണ്. അതായത് ഈ ജൈനമ്മയുടെ മൊബൈൽ ഫോൺ സെബാസ്റ്റ്യന്റെ കൈവശം ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന CCTV ദൃശ്യം. നേരത്തെ ഏതാണ്ട് ഒരാഴ്ച മുമ്പ് ജൈനമ്മയുടെ ഫോൺ നമ്പറിൽ നിന്ന് ഈ സഹോദരിയുടെ ഫോൺ നമ്പറിലേക്ക്, ജൈനമ്മയുടെ സഹോദരിയുടെ ഫോൺ നമ്പറിലേക്ക് ഒരു കോള് വന്നിരുന്നു. പക്ഷെ അത് അവർക്ക് എടുക്കാൻ കഴിഞ്ഞില്ല. തിരിച്ചു വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഇതിനെല്ലാം പിന്നാലെ പോലീസ്, അത് മേലുകാവിൽ നിന്നാണ് അതിന്റെ ടവർ ലൊക്കേഷൻ കണ്ടത്. ഇതിനെല്ലാം പിന്നാലെ കഴിഞ്ഞ ദിവസം ആണ് ഇത് ഈരാറ്റുപേട്ടയിൽ നിന്ന് ഈ ഫോൺ വീണ്ടും ഓൺ ആയിട്ടുണ്ട് എന്ന് കണ്ടെത്തിയത്. അവിടെ എത്തിയപ്പോൾ ഒരു കടയിലാണ് ഈ ഫോൺ ഓൺ ചെയ്തിരിക്കുന്നത്. അവിടെ ഒരു കടയിൽ ഈ ഫോൺ ചാർജ് ചെയ്യാൻ ഈ സെബാസ്റ്റ്യൻ വെക്കുന്ന ദൃശ്യങ്ങളാണ് അതിലുള്ളത്. അത് ആ ഫോൺ ദുരൂഹമായ ഒരു തുണിക്കുള്ളിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു ഉണ്ടായിരുന്നതെന്നും ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം കണ്ടെത്തി. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി, ഏതാണ്ട് മെയ് മുതൽ തന്നെ ക്രൈംബ്രാഞ്ച് സംഘം പലതരത്തിലുള്ള അന്വേഷണം നടത്തിയതിനൊടുവിലാണ് ഇങ്ങനൊരു വിവരം ലഭിക്കുന്നത്. ഇതാണ് ഈ കേസിൽ വളരെ നിർണായകമായിട്ടുള്ളത്. അതേസമയം തന്നെ ഇനി കണ്ടെത്തേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇതെന്തിന്, എങ്ങനെ എന്നൊക്കെയുള്ള കാര്യങ്ങൾ സെബാസ്റ്റ്യനിൽ നിന്ന് തന്നെ ചോദിച്ചറിയേണ്ട പ്രധാനപ്പെട്ട വിവരങ്ങളുണ്ട്. അതിനൊക്കെ അപ്പുറത്തേക്ക് ഉള്ളത്, ഇത് ആരുടെ ശരീരഭാഗങ്ങളാണ് ഇവിടെ കണ്ടെത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് കണ്ടെത്താനുള്ള വലിയ ശ്രമമാണ് നടക്കുന്നത്. ഇന്നിപ്പോൾ ജൈനമ്മയുടെ സഹോദരൻ്റെയും സഹോദരിയുടെയും മൊഴി കൂടി ക്രൈംബ്രാഞ്ച് സംഘം ഇവിടെ എത്തി രേഖപ്പെടുത്തുന്നുണ്ട്. ഈ സെബാസ്റ്റ്യനെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. SP ഗിരീഷ് P സാരഥി, ഒപ്പം തന്നെ DYSP സാജൻ സേവ്യർ ഉൾപ്പെടെയുള്ളവർ നിന്നുകൊണ്ടാണ് ചോദ്യം ചെയ്യുന്നത്. പക്ഷെ അതിലൊക്കെ ഒരു അന്തിമമായ വ്യക്തത കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും നമുക്ക് അന്വേഷണ സംഘത്തിൽ ലഭ്യമാകുന്ന വിവരം. അതായത് ഒരു തരത്തിലും സെബാസ്റ്റ്യൻ ഇതിനോട് സഹകരിക്കുന്നില്ല. തെളിവുകൾ ഇങ്ങനെ ചിലത് കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും, ഫോൺ ഉൾപ്പെടെയുള്ളത് കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും അന്വേഷണ സംഘം നൽകുന്ന സൂചന. ഇന്നെന്തായാലും സെബാസ്റ്റ്യനെ ഇന്നലെ കസ്റ്റഡിയിലെടുത്തത് കൊണ്ട് തന്നെ ഇന്ന് കോടതിയിൽ ഹാജരാക്കേണ്ടതുണ്ട്. അത്തരം നടപടികൾ ഇനിയും ബാക്കിയാണ്. പോസ്റ്റ്മോർട്ടം നടപടികൾ ഫലത്തിൽ നടക്കുന്നുണ്ട്. ഇതിൽ കൂടെ അതായത് ഈ ശരീരം പൂർണ്ണമായും കത്തിച്ച നിലയിലാണ് എന്നൊക്കെയുള്ളതാണ്. അതായത് ചില എല്ലിൻ്റെ ഭാഗങ്ങളൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്. അതിലൂടെ ശാസ്ത്രീയ പരിശോധനയിലൂടെ, DNA പരിശോധനയിലൂടെ ഇത് ആരുടേതാണെന്ന് കണ്ടെത്താൻ കഴിയുമോ എന്നൊക്കെയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ കേസ് വലിയ സങ്കീർണമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തീർച്ചയായും ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറെ സങ്കീർണമായിട്ടുള്ള ഒരു കേസ് കൂടിയാണിത്. ശ്രീജിത്ത്, ഇവിടെ പ്രധാനപ്പെട്ട തെളിവ് സെബാസ്റ്റ്യൻ ജൈനമ്മയുടെ ഫോൺ ഉപയോഗിച്ചിരുന്നതായിട്ടുള്ള തെളിവാണ്. മറ്റൊന്ന്, ഇയാൾ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാൻ ഈരാറ്റുപേട്ടയിൽ കടയിൽ വയ്ക്കുന്ന ദൃശ്യങ്ങൾ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചതാണ്. എവിടെ വെച്ചാകാം ഈ കൊലപാതകം നടന്നത് എന്ന കാര്യമാണ്. കാരണം ജൈനമ്മ നേരത്തെ ശരണ്യ സൂചിപ്പിച്ചതുപോലെ ആലപ്പുഴയിലൊരു തീർത്ഥാടന കേന്ദ്രത്തിൽ എത്തിയതാണ്. അതിനുശേഷം സെബാസ്റ്റ്യനുമായി ഇവിടെ വെച്ച് കണ്ടു, സെബാസ്റ്റ്യനുമായിട്ടുള്ള ബന്ധം എന്താണ്, എങ്ങനെയാണ് അയാളെ പരിചയപ്പെടുന്നത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വന്നിട്ടുണ്ടോ?
ശ്രീജിത്തിലേക്ക് എത്താം. ശരണ്യ സ്നേഹജനിലേക്ക് ഒരിക്കൽ കൂടി. ശരണ്യ, ബിന്ദുവിൻ്റെ തിരോധാന കേസ് 2002 നടന്നതാണ്. പിന്നീട് 2016-17 കാലയളവിൽ ഇവരുടെ സഹോദരൻ പരാതി നൽകുന്നു. ഈ സമയം, അതായത് ഏകദേശം ഒരു 15 വർഷ കാലയളവിനിടെ എന്തുകൊണ്ടാണ് ബിന്ദുവിൻ്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് കുടുംബം ഒരു പരാതി പോലും നൽകാതിരുന്നത്? അതോ പരാതി നൽകിയിട്ടും അന്ന് പോലീസ് അത് ഗൗരവത്തിലെടുക്കാതെ അന്വേഷിക്കാതിരുന്നതാണോ? ടോമ, ഈ ബിന്ദു ബാംഗ്ലൂരാണ് പഠിച്ചതും ഒക്കെ, എല്ലാ കാര്യങ്ങളും ചെയ്തതും ഒക്കെ ബാംഗ്ലൂരാണ്. അപ്പൊ ബാംഗ്ലൂരും ചേർത്തലയുമായി വന്നു പോയിക്കൊണ്ടിരുന്ന ഒരാളാണ് എന്നുള്ളതാണ്. മാത്രമല്ല ഇവിടെ മറ്റു ബന്ധുക്കളായ ആരുമില്ല. ഒരു സഹോദരനുള്ളത് ഇറ്റലിയിലാണ്. ഈ പറഞ്ഞ സ്വത്തുവകകളുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് തോന്നുന്നത്. കാരണം ഈ ബിന്ദുവിന്റെ പേരിൽ ബിന്ദുവിന്റെ രക്ഷകർത്താക്കൾ മുഴുവൻ സ്വത്തും, അതായത് കുടുംബത്തിന്റെ മുഴുവൻ സ്വത്തും, സാമ്പത്തികമായി ഉയർന്ന നിലയിലുള്ള കുടുംബമാണ്, മുഴുവൻ സ്വത്തുക്കളും ബിന്ദുവിന്റെ പേരിലേക്ക് എഴുതി വെച്ചു എന്നുള്ള ഒരു വിവരം വരികയും അത് പിന്നീട് നടത്തിയ പരിശോധനയിൽ അത് അച്ഛൻ്റെ അമ്മയുടെ ഉപ്പ് വ്യാജ ഉപ്പാണ് എന്നുള്ള ക്ലെയിം ഒക്കെ സഹോദരൻ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ കേസിൽ വളരെ നിർണായകമായൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ ഘട്ടത്തിലും ഇയാളെ ചോദ്യം ചെയ്യാൻ വരുമ്പോഴൊക്കെ ഈ സെബാസ്റ്റ്യൻ ഇതിനകത്ത് ശ്രീജിത്ത്, ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം ഇതായിരുന്നു. എങ്ങനെയാണ് ഈ ജൈനമ്മയെ സെബാസ്റ്റ്യൻ കൊലപ്പെടുത്തിയതെന്ന് അറിയണം. എന്തായിരുന്നു ഇരുവരും തമ്മിലുള്ള ബന്ധം? എങ്ങനെയാണ് പരിചയപ്പെട്ടത്? ഇക്കാര്യങ്ങളിൽ വ്യക്തത വന്നിട്ടുണ്ടോ? ജൈനമ്മ തന്നെയാണോ കൊല്ലപ്പെട്ടത് എന്നുള്ളതിൽ വ്യക്തത വന്നിട്ടില്ല. ഇനി അവിടെ കൊല്ലപ്പെട്ട ആളെ സെബാസ്റ്റ്യൻ തന്നെ കൊലപ്പെടുത്തിയതാണോ എന്ന് വ്യക്തത വന്നിട്ടില്ല. ഇതെല്ലാം ബാക്കിയാണ്, അന്വേഷണത്തിന്റെ ഭാഗമായി ബാക്കി നിൽക്കുകയാണ് ടോം. ഇതിൽ ആകെ വന്നിട്ടുള്ളത് ഈ ജൈനമ്മയുമായി സെബാസ്റ്റ്യന് ചില ബന്ധങ്ങളുണ്ടായിരുന്നു. ഈ ഫോൺ അടക്കം ജൈനമ്മയുടേത് ഇവരുടെ കയ്യിലുണ്ടായിരുന്നു എന്നതടക്കമാണ്. ഒപ്പം തന്നെ മറ്റ് ചില സാമ്പത്തികമായി ചൂഷണം ചെയ്യാൻ ചില ശ്രമങ്ങൾ നടന്നതായിട്ടുള്ള സൂചനകളൊക്കെ വരുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് എങ്ങനെ, ആര്, എപ്പോൾ, എന്തിനു വേണ്ടി കൊന്നു എന്നൊക്കെയുള്ളത് ഈ അന്വേഷണത്തിൽ കണ്ടെത്തേണ്ടതുണ്ട്. സ്വാഭാവികമായും പല തെളിവുകളും ഒക്കെ എടുത്തിട്ട് കാണിച്ചിട്ടാണ് പലപ്പോഴും അന്വേഷണ സംഘം പ്രതികളെ ചോദ്യം ചെയ്യാറുള്ളത്. ഇപ്പോൾ സെബാസ്റ്റ്യൻ ഈ ഫോൺ, ജൈനമ്മയുടെ ഫോൺ കയ്യിലുണ്ടായിരുന്നു എന്ന ചോദ്യത്തിന് ഇല്ല എന്നായിരുന്നു സെബാസ്റ്റ്യൻ മറുപടി കൊടുത്തിരുന്നത്. ഈ CCTV ഉൾപ്പെടെ കാണിച്ചുകൊണ്ട് ഉള്ള ചോദ്യം ചെയ്യലിലും അദ്ദേഹം ചില മൂളലും ഒക്കെ നടത്തി എന്നുള്ളതിനപ്പുറത്തേക്ക് ഉത്തരങ്ങൾ പറയുന്നില്ല കൃത്യമായി എന്നുള്ളതാണ്. ഒന്ന് വളരെ പ്രധാനപ്പെട്ട ഗുരുതരമായ പ്രശ്നം, വലിയ രീതിയിൽ പ്രമേഹ രോഗിയാണ് ഈ സെബാസ്റ്റ്യൻ എന്നുള്ളതാണ്. കാലുകൾ വേച്ച് നടക്കുന്ന നിലയാണ് നമ്മൾ ഇവിടെ ഉള്ള ഉദ്യോഗസ്ഥരിൽ നിന്ന് കാണാൻ കഴിഞ്ഞ അദ്ദേഹത്തിനെ സംബന്ധിച്ചുള്ള വിവരം. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ മറ്റെന്തെങ്കിലും ശാരീരികമായി കൂടുതൽ ഏതെങ്കിലും തരത്തിൽ പോലീസിൻ്റെതായ ചില മുറകളൊന്നും പ്രയോഗിക്കാൻ പോലും കഴിയാത്ത നിലയാണുള്ളത്. അതുകൊണ്ട് തന്നെ ചോദിച്ച് വിവരങ്ങൾ എടുക്കുക എന്ന രീതി തന്നെയാണ് പരമാവധി ഇവിടെ സാധ്യമാകുക. ആരോഗ്യം അത്രയും നല്ലൊരു ആരോഗ്യമുള്ള ഒരാളല്ല, വലിയ ശരീരമൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും പ്രമേഹ രോഗിയാണ് എന്നൊക്കെയുള്ളത് വലിയ പ്രതിസന്ധിയായി അവിടെ നിൽക്കുന്നു. അന്വേഷണത്തെ ഒരു പരിധിവരെ വലിയ വെല്ലുവിളിയായി നിൽക്കുന്നു. അവിടെ ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾ പരമാവധി കണ്ടെത്തി അത്തരം തെളിവുകൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം ഉള്ളത്.